സാർ ഇതൊന്ന് നോക്കി ഒരു ഡൗട്ട്. ഈ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് ഇത് നോക്കുമ്പോൾ ഇതെന്താ പേനുകൊണ്ട് ഫോൺ ടച്ച് വർക്ക് ചെയ്യാത്ത, വിരലുകൊണ്ട് മൂവി ഉണ്ടല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇതിപ്പോൾ എന്താ സാറേ, ഇത് ശരിക്കും നമ്മുടെ ഹ്യൂമൻ ഫിംഗേഴ്സ് സെൻസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ബാക്കി ഒന്നുകൊണ്ടും ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, അത്രയ്ക്ക് ഉറപ്പാണോ? എന്നാൽ ഞാൻ നിനക്കൊരു സാധനം തരാം, നീ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാച്ച്. ഇതിപ്പോൾ എന്താ എന്ത് വർക്ക് ചെയ്യാൻ പോകുന്നില്ലേ? ഇത് കണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. കോയിനോണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിനെ കപ്പാസിറ്റീവ് ഡിസ്പ്ലേ എന്നാണ് പൊതുവെ പറയാം. ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഡിസ്പ്ലേകളുണ്ട്, റെസിസ്റ്റീവ് ഡിസ്പ്ലേയും കപ്പാസിറ്റീവ് ഡിസ്പ്ലേയും. നീ ഇപ്പോൾ റീൽസ് കാണുമ്പോൾ സ്ക്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഒക്കെ ഐ തിങ്ക് ഇറ്റ് ഈസ് കപ്പാസിറ്റീവ് ഡിസ്പ്ലേ. കപ്പാസിറ്റൻസ് കേട്ടിട്ടുണ്ടോ? +2 പഠിക്കാണ്ട് നമ്മൾ പഠിക്കുന്ന കപ്പാസിറ്റൻസിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആപ്ലിക്കേഷനാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നമ്മൾ പലപ്പോഴും റീല് തരയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തോണ്ടുമ്പോൾ നമ്മൾ ആ കാര്യം ഓർക്കാറില്ല എന്ന് മാത്രം. നമ്മളുടെ ഈ ഡിസ്പ്ലേയിൽ വളരെ ടൈനി ആയിട്ടുള്ള കപ്പാസിറ്ററുകളുടെ ഒരു കളക്ഷനാണ്. ഈ കപ്പാസിറ്ററുകൾ ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ പോയിട്ട് ഈ ചാർജ് സ്റ്റോർ ചെയ്ത കപ്പാസിറ്ററിനെ പോയി തൊടുമ്പോൾ നീ നല്ല അസല് കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ച ചാർജ് നിന്റെ ഫിംഗർ ടിപ്സിലോട്ട് കയറി ഇറങ്ങി ഭൂമിയിലോട്ട് പോകും. അതായത് നീ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കിയെന്ന് അർത്ഥം. അപ്പൊ നീ ആ തൊടുന്ന ഭാഗത്തെ ചാർജിനെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. ആ സമയത്ത് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പിൽ വ്യത്യാസം വരും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എവിടെയാണോ വ്യത്യാസമുണ്ടായ സ്ഥലം അത് ലൊക്കേറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയറിനെ പഠിപ്പിച്ചു വെച്ചിരിക്കാം. അപ്പൊ സോഫ്റ്റ്വെയർ നിന്റെ കമാൻഡ് എന്താണോ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതാണ് ഡിസ്പ്ലേയുടെ റെസ്പോൺസ്. നീ കണ്ടക്ടർ ആയതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. നീ നേരത്തെ പെന്നുകൊണ്ട് അത് ചെയ്തപ്പോൾ പെന്നിന്റെ പ്ലാസ്റ്റിക് ബോഡി കണ്ടക്ടർ അല്ല, പക്ഷെ നമ്മൾ ഉപയോഗിച്ച കോയിൻ ഉണ്ടല്ലോ, അത് മെറ്റാലിക്കാ, അത് കണ്ടക്റ്റിംഗാ. അപ്പൊ നിന്റെ ഹ്യൂമൻ ബോഡി കണ്ടക്ട് ചെയ്തതിന് തുല്യമായിട്ട് അത് കണ്ടക്ട് ചെയ്യും, ചാർജുകളെ ഡിസ്റ്റർബ് ചെയ്യും. അതാണ് അവിടെ നടന്നത്. അടിപൊളിയായിട്ടുള്ള ഇങ്ങനെയാണുള്ളത് വർക്ക് ചെയ്യണേ. എനിക്ക് ഇപ്പോൾ ഒരു സംശയം വരുന്നതേ, വാട്ടർ കണ്ടക്റ്റിംഗ് അല്ലേ? അപ്പോൾ നമ്മളുടെ ഡിസ്പ്ലേയിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതും ഇതും തമ്മിൽ ഇനി ബന്ധമുണ്ടാവും? നിന്റെ ഡൗട്ട് അടിപൊളിയാണ്. നിന്റെ ഡൗട്ടിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് വാട്ടർ കണ്ടക്റ്റിംഗ് ആണ്. എന്നിട്ടും വാട്ടർ സ്പ്രെഡ് ആകുമ്പോൾ എന്തുകൊണ്ട് ഡിസ്പ്ലേ മാൽ ഫങ്ഷൻ ചെയ്യുന്നു, മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാട്ടർ ഡിസ്പ്ലേയിൽ സ്പ്രെഡ് ആകുമ്പോഴേ ആ സ്പ്രെഡായ എല്ലായിടത്തെയും ചാർജുകൾ ഡിസ്റ്റർബഡ് ആവും. അവിടെ നിന്നൊക്കെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുകയും സോഫ്റ്റ്വെയറിന് ഒന്നിലധികം ഇടങ്ങളിൽ നിന്ന് സിഗ്നലുകൾ വരികയും ചെയ്യും. ഇത് എവിടേക്കാണെന്ന് വെച്ചിട്ട് ആ സോഫ്റ്റ്വെയർ റെസ്പോണ്ട് ചെയ്യാനുള്ള സിഗ്നലുകൾ കൊടുക്കുക. കാരണം എല്ലായിടത്തുനിന്നും ടച്ച് ചെയ്തു എന്നുള്ള ഫീലിംഗിൽ സിഗ്നൽ വരാം. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് റെസ്പോൺസ് കാണിക്കാൻ അൽഗരിതത്തിന് പറ്റില്ല. സോഫ്റ്റ്വെയറിന്റെ അൽഗരിതം കൺഫ്യൂസ്ഡ്. അങ്ങനെയാണല്ലേ സംഭവം? കിടോയിണ്ട് കേട്ടോ. അല്ല, ഞാൻ ചോദിച്ചു വന്ന ഡൗട്ട് ക്വാണ്ടം എൻടാങ്കിൾമെന്റ്